പശ്ചിമേഷ്യൻ യുദ്ധക്കളത്തിൽ സൈനിക നീക്കങ്ങൾക്കൊപ്പം അതിശക്തമായിട്ടുള്ള നയതന്ത്ര യുദ്ധത്തിനും വഴി തുറന്നിരിക്കുകയാണ് അമേരിക്ക. ഇറാന്റെ മിസൈൽ കരുത്തിന് മുന്നിൽ പതറിയ വാഷിംഗ്ടൺ യുദ്ധം നിർത്താൻ പാകിസ്ഥാനോടും ഗൾഫ് രാജ്യങ്ങളോടും കടുത്ത സമ്മർദ്ദം ചെലുത്തുന്നതായാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. മധ്യസ്ഥ ചർച്ചകൾക്കായിട്ട് ഇറാൻ ആഭ്യന്തരമന്ത്രി പാകിസ്ഥാനിലേക്ക് തിരിക്കാനിരിക്കെ ഇറാന്റെ കൈകൾ കെട്ടിയിടാൻ പാകിസ്ഥാനെ ഉപകരാറാക്കാനാണ് അമേരിക്കയുടെ തീരുമാനം. എന്നാൽ അമേരിക്കയുടെ സാമ്പത്തിക ഉപരോധ രാഷ്ട്രീയത്തിനു മുന്നിലോ സൈനിക ഭീഷണികൾക്ക് മുന്നിലോ തങ്ങൾ ഒരു ഇഞ്ച് പോലും പിന്നോട്ടില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സമാധാന ചർച്ചകളിൽ കടുത്ത നിലപാട് തുടരുകയാണ് ഇറാൻ ചെയ്യുന്നത്. അധിനിവേശ ശക്തികളുടെ സമ്മർദ്ദങ്ങൾക്ക് മുന്നിൽ തലകുനിക്കാത്ത ഇറാന്റെ വിട്ടുവീഴ്ചയില്ലാത്ത രാഷ്ട്രീയ നിലപാടുകളാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പശ്ചിമേഷ്യൻ മണ്ണിൽ അമേരിക്കൻ താവളങ്ങൾക്ക് നേരെ ഇറാൻ നടത്തിയ മിസൈൽ വർഷത്തിന് പിന്നാലെ വാഷിംഗ്ടൺ തങ്ങളുടെ യുദ്ധതന്ത്രം മാറ്റിപ്പിടിക്കുകയാണ്. കാരണം യുദ്ധം വലിയ വിനാശമായി, നാശനഷ്ടമായി എന്നത് മനസ്സിലാക്കി. സൈനികമായിട്ട് ഇറാനെ നേരിടുന്നത് തങ്ങൾക്ക് വലിയ നാശനഷ്ടങ്ങൾ വരുത്തി വെക്കുമെന്ന് തിരിച്ചറിഞ്ഞ അമേരിക്ക ഇപ്പോൾ പാകിസ്ഥാനെയും ഗൾഫ് രാജ്യങ്ങളെയും മുൻനിർത്തി വലിയൊരു നയതന്ത്ര ഉപരോധത്തിന് കോപ്പുകൂട്ടുന്നു. മേഖലയിൽ യുദ്ധം അടിയന്തരമായിട്ട് നിർത്താൻ ഇറാനിൽ സമ്മർദ്ദം ചെലുത്തണമെന്ന് ആവശ്യപ്പെട്ട് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പാകിസ്ഥാനോടും പ്രമുഖ ഗൾഫ് രാജ്യങ്ങളോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇറാന്റെ അടുത്ത സുഹൃത്ത് രാജ്യമായിട്ടുള്ള പാകിസ്ഥാനെ സ്വാധീനിക്കുന്നതിലൂടെ ടെഹ്റാനെ സമാധാന ചർച്ചകൾക്ക് നിർബന്ധിതരാക്കുകയാണ് അമേരിക്കയുടെ അജണ്ട എന്ന് പറയുന്നത്. ഈ ഒരു നയതന്ത്ര നീക്കങ്ങളുടെ ഭാഗമായാണ് ഇറാന്റെ ആഭ്യന്തരമന്ത്രി പാകിസ്ഥാനിലേക്ക് അടിയന്തര യാത്ര തിരിക്കുന്നത്. എന്നാൽ യുദ്ധം കടുക്കുന്നതിനിടയിലും സമാധാന ചർച്ചകൾ പുനരാരംഭിക്കാൻ മധ്യസ്ഥ രാജ്യങ്ങൾ അണിയറയിൽ തീവ്ര ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് മേഖലയിൽ ഇരു രാജ്യങ്ങളും നടത്തുന്ന കടുത്ത സൈനിക ആക്രമണങ്ങൾ 10 ദിവസത്തേക്ക് പൂർണ്ണമായിട്ടും നിർത്തിവെക്കണമെന്ന നിർണായക നിർദ്ദേശം മധ്യസ്ഥർ മുന്നോട്ട് വെച്ചതായിട്ട് രാജ്യാന്തര വാർത്താ ഏജൻസി ആയിട്ടുള്ള റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. നിലവിൽ റദ്ദാക്കപ്പെട്ട ഇടക്കാല വെടിനിർത്തൽ കരാർ എത്രയും വേഗം പുനഃസ്ഥാപിക്കുകയാണ് ഈ നിർദ്ദേശത്തിന്റെ പ്രധാന ലക്ഷ്യം. അമേരിക്കയുടെ കടുത്ത സൈനിക ആക്രമണങ്ങൾക്കിടയിലും മധ്യസ്ഥർ മുഖേന വാഷിംഗ്ടണുമായിട്ട് നയതന്ത്ര ചർച്ചകൾ നടക്കുന്നുണ്ട് എന്ന വിവരങ്ങൾ ഇപ്പോൾ ഇറാൻ ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. മധ്യസ്ഥർ വഴി സമാധാന ചർച്ചകൾക്കായുള്ള സന്ദേശങ്ങൾ തങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് ഇറാനിയൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഗായി മാധ്യമങ്ങളെ അറിയിച്ചു. എങ്കിലും സമാധാന ചർച്ചകളുടെ പേരിൽ തങ്ങളുടെ സുരക്ഷയിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും ഇല്ല എന്നാണ് ഇറാന്റെ കടുപ്പമേറിയ നിലപാട് അല്ലെങ്കിൽ തീരുമാനം എന്ന് പറയുന്നത്. ഈ ഹോർമുസ് കടലിടുക്കിൽ ഉപരോധം ഏർപ്പെടുത്തി ഇറാന്റെ സുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്താൻ അമേരിക്കയെ ഒരു കാരണവശാലും അനുവദിക്കില്ല എന്ന് ഇസ്മായിൽ ബഗായി വ്യക്തമാക്കി കഴിഞ്ഞു. അമേരിക്ക തങ്ങൾക്കെതിരെ ഏർപ്പെടുത്തിയിരിക്കുന്ന ഏകപക്ഷീയമായിട്ടുള്ള സാമ്പത്തിക ഉപരോധങ്ങൾ പൂർണ്ണമായിട്ടും നീക്കാതെ യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കും ഇല്ല എന്നാണ് ടെഹ്റാന്റെ പ്രഖ്യാപനത്തിന്റെ ഉള്ളടക്കം. അതേസമയം നയതന്ത്ര മേഖലയെ ചൂട് പിടിപ്പിച്ചുകൊണ്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം കടുത്ത പ്രതികരണവുമായി രംഗത്തെത്തി. അമേരിക്കയും ഇറാനും തമ്മിൽ കഴിഞ്ഞ ജൂൺ 17-ന് ഒപ്പിട്ട ചരിത്രപരമായിട്ടുള്ള ഇസ്ലാമാബാദ് ധാരണാപത്രത്തിൽ നിന്ന് ഇറാൻ പൂർണ്ണമായിട്ടും പിന്മാറിയാൽ തനിക്ക് ഒന്നുമില്ല എന്നാണ് ട്രംപ് വ്യക്തമാക്കിയത്. ഇടക്കാല കരാർ പാലിക്കുന്നതിനുള്ള തങ്ങളുടെ പ്രതിബദ്ധതകളെല്ലാം മരവിപ്പിക്കുന്നതായിട്ട് ഇറാൻ പ്രഖ്യാപിച്ച സാഹചര്യത്തിലായിരുന്നു ട്രംപിന്റെ ഈ ഒരു പ്രതികരണം നടന്നത്. അമേരിക്കയുടെ ഏക മുൻഗണന ഇറാനെ ആണവായുധം നേടുന്നതിൽ നിന്ന് തടയുക എന്നത് മാത്രമാണ്. അത് ലക്ഷ്യമിട്ടാണ് തങ്ങൾ ഈ സൈനിക നടപടികൾ തുടങ്ങിയത് എന്നും ട്രംപ് ആവർത്തിച്ചു. സമാധാന കരാറുകളെക്കാൾ ഇറാന്റെ ആണവ മോഹങ്ങളെ തകർക്കാനാണ് തങ്ങൾ താല്പര്യപ്പെടുന്നത് എന്ന സൂചനയാണ് ട്രംപിന്റെ വാക്കുകൾ നൽകുന്നത്. പാകിസ്ഥാൻ വഴിയും മറ്റ് അറബ് രാജ്യങ്ങൾ വഴിയും ഇറാനെ ചർച്ചകളുടെ മേശപ്പുറത്ത് എത്തിക്കാനുള്ള അമേരിക്കൻ ശ്രമങ്ങൾ പശ്ചിമേഷ്യയിലെ ഭൗമരാഷ്ട്രീയത്തെ കൂടുതൽ സങ്കീർണമാക്കുകയാണ്. സ്വന്തം രാജ്യത്തിന്റെ അന്തസ്സും ജനങ്ങളുടെ പരമാധികാരവും പണയം വെച്ചുകൊണ്ട് യാതൊരുവിധ സമാധാന കരാറിനും തങ്ങൾ തയ്യാറല്ല എന്ന ഇറാന്റെ പ്രഖ്യാപനം അമേരിക്കയെ വലിയ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ഖത്തറിലെ തങ്ങളുടെ താവളങ്ങളിൽ നിന്ന് യുദ്ധസഹായ വിമാനങ്ങൾ കൂട്ടത്തോടെ ഇസ്രയേലിലേക്ക് മാറ്റി അമേരിക്ക യുദ്ധസജ്ജമായിട്ട് നിൽക്കുമ്പോഴും ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രതിരോധം ശക്തമാണ്.
ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഗൾഫ് മേഖലയിലെ അമേരിക്കൻ കേന്ദ്രങ്ങൾ ഇനിയും തങ്ങളുടെ മിസൈൽ പരിധിയിലായിരിക്കുമെന്ന കടുത്ത മുന്നറിയിപ്പാണ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്പസ് നൽകുന്നത്. ചുരുക്കത്തിൽ പാകിസ്ഥാനെയും ഗൾഫ് രാജ്യങ്ങളെയും കൂട്ടുപിടിച്ച് ഇറാനെ ഒറ്റപ്പെടുത്താനുള്ള അമേരിക്കയുടെ നയതന്ത്ര യുദ്ധം കനത്ത വെല്ലുവിളിയാണ് നേരിടുന്നത്. റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്ത 10 ദിവസത്തെ വെടിനിർത്തൽ നിർദ്ദേശത്തോട് ഇരു രാജ്യങ്ങളും എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും പശ്ചിമേഷ്യയുടെ വരും ദിവസങ്ങളിലെ ഭാവി. ഇസ്ലാമാബാദ് ധാരണാപത്രത്തിന്റെ തകർച്ചയും അതിനെ തുടർന്ന് ഡൊണാൾഡ് ട്രംപ് നടത്തിയ കടുത്ത പ്രസ്താവനകളും യുദ്ധം കൂടുതൽ സങ്കീർണമായ ഒരു ഘട്ടത്തിലേക്ക് എത്തിയതായാണ് കാണിക്കുന്നത്. സൈനിക ബലത്തിൽ ഇറാനെ കീഴ്പ്പെടുത്താൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ വാഷിംഗ്ടൺ നടത്തുന്ന നയതന്ത്ര നീക്കങ്ങൾ ഇറാന്റെ കടുത്ത നിലപാടുകൾക്ക് മുന്നിൽ തകരുകയാണ്. ഇറാന്റെ ആണവായുധ മോഹങ്ങളെ തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് അമേരിക്ക യുദ്ധത്തിന് ഇറങ്ങിയത് എന്ന ട്രംപിന്റെ വെളിപ്പെടുത്തൽ വരും ദിവസങ്ങളിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ വലിയ ആക്രമണങ്ങൾ ഉണ്ടാക്കിയേക്കാമെന്ന ഭീതി വർദ്ധിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇത്തരം ഭീഷണികൾ കൊണ്ട് തങ്ങളുടെ അതിജീവന വീര്യത്തെ അടിച്ചമർത്താൻ കഴിയില്ല എന്ന് ഇറാൻ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നു. ഇറാൻ ആഭ്യന്തരമന്ത്രിയുടെ പാകിസ്ഥാൻ സന്ദർശനത്തോടെയും മധ്യസ്ഥ രാജ്യങ്ങൾ മുന്നോട്ട് വെച്ച 10 ദിവസത്തെ താൽക്കാലിക വെടിനിർത്തൽ ചർച്ചകളോടെയും ഈ ഒരു നയതന്ത്ര യുദ്ധത്തിന്റെ അടുത്ത ഘട്ടം എന്താണെന്ന് വ്യക്തമാകും. അമേരിക്കൻ താൽപര്യങ്ങൾക്കൊപ്പം നിൽക്കണോ അതോ അയൽ രാജ്യമായ ഇറാന്റെ പരമാധികാരത്തെ മാനിക്കണോ എന്ന കടുത്ത പരീക്ഷയിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഭരണകൂടമുള്ളത്. ഒടുവിൽ ഈ ഒരു നയതന്ത്ര ചർച്ചകളിൽ ഇറാൻ തങ്ങളുടെ നിലപാട് കടുപ്പിച്ചു തന്നെ തുടരുമ്പോൾ പശ്ചിമേഷ്യൻ മണ്ണിൽ അധിനിവേശം തുടരാൻ അമേരിക്കയ്ക്ക് ഇനി എളുപ്പമാകില്ല. സാമ്രാജ്യത്വ ശക്തികളുടെ സമ്മർദ്ദങ്ങൾക്ക് മുന്നിൽ തലകുനിക്കാതെ ഇറാൻ തീർക്കുന്ന ഈ ഒരു പ്രതിരോധ കോട്ടയുടെ വിജയം വരും ദിവസങ്ങളിലെ മിഡിൽ ഈസ്റ്റിന്റെ ചരിത്രം തന്നെ മാറ്റിമറിച്ചേക്കാം. എങ്കിലും സമാധാന ചർച്ചകളുടെ പേരിൽ തങ്ങളുടെ സുരക്ഷയിലോ പരമാധികാരത്തിലോ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും ഇല്ല എന്നാണ് ഇറാന്റെ കടുപ്പമേറിയ നിലപാട്. അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിന്റെ നാഡീഞരമ്പായിട്ടുള്ള ഹോർമുസ് കടലിടുക്കിൽ ഉപരോധം ഏർപ്പെടുത്തി ഇറാന്റെ സുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്താൻ അമേരിക്ക ഒരു കാരണവശാലും അനുവദിക്കില്ല എന്ന് ഇസ്മായിൽ ബഗായി വ്യക്തമാക്കി കഴിഞ്ഞു. അമേരിക്ക തങ്ങൾക്കെതിരെ ഏർപ്പെടുത്തിയിരിക്കുന്ന ഏകപക്ഷീയവും ക്രൂരവുമായിട്ടുള്ള സാമ്പത്തിക ഉപരോധങ്ങൾ പൂർണ്ണമായിട്ടും നീക്കാതെ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും ഇല്ല എന്നാണ് ടെഹ്റാന്റെ പ്രഖ്യാപനത്തിന്റെ ഉള്ളടക്കം. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ യുദ്ധം മുന്നോട്ട് പോകുമോ എന്നുകൂടി നോക്കണം. അതേസമയം നയതന്ത്ര മേഖലയെ ആകെ ചൂടുപിടിപ്പിച്ചുകൊണ്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും കഴിഞ്ഞ ദിവസം കടുത്ത പ്രതികരണവുമായിട്ട് രംഗത്തെത്തിയിരുന്നു. അമേരിക്കയും ഇറാനും തമ്മിൽ കഴിഞ്ഞ ജൂൺ 17 ഒപ്പിട്ട ചരിത്രപരമായിട്ടുള്ള ഇസ്ലാമാബാദ് ധാരണാപത്രത്തിൽ നിന്ന് ഇറാൻ പൂർണ്ണമായിട്ട് പിന്മാറിയതിൽ തനിക്ക് ഒന്നുമില്ല എന്ന് ട്രംപ് പരിഹാസത്തോടെയാണ് വ്യക്തമാക്കിയത്. ഇടക്കാല കരാർ പാലിക്കുന്നതിനുള്ള തങ്ങളുടെ പ്രതിബദ്ധതകളെല്ലാം മരവിപ്പിക്കുന്നതായിട്ട് ഇറാൻ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിലായിരുന്നു വാഷിംഗ്ടണിൽ നിന്നുള്ള ട്രംപിന്റെ ഈ ഒരു പുതിയ നീക്കം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അമേരിക്കയുടെ ഏക മുൻഗണന ഇറാനെ ആണവായുധം നേടുന്നതിൽ നിന്ന് തടയുക മാത്രമാണ്. അത് നടക്കില്ല എന്നുള്ളത് ഏറെക്കുറെ വ്യക്തമായി കഴിഞ്ഞു. കാരണം ആണവായുധത്തിന്റെ മേൽ ആക്രമണം നടത്തിയിട്ട് പോലും കുലുങ്ങാതെ തിരിച്ചടി നൽകുന്ന ഇറാനെയാണ് കണ്ടത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമ്മർദ്ദങ്ങൾക്കൊടുവിൽ ചർച്ചകൾ നടത്തുമ്പോൾ അത് എത്രത്തോളം യാഥാർത്ഥ്യമാകും അല്ലെങ്കിൽ സമാധാനം എപ്പോൾ വരുമെന്നത് നോക്കിക്കാണേണ്ടതുണ്ട്. അമേരിക്ക സമാധാനത്തിനായിട്ട് കെഞ്ചുമ്പോഴും അതിൽ അടിയുറച്ച് അല്ലെങ്കിൽ നിലപാടിൽ നിന്ന് മാറ്റമില്ലാതെ നിൽക്കുകയാണ് ഇറാൻ ചെയ്യുന്നത്. ഇറാന്റെ നിലപാടുകൾക്ക് വില കൊടുത്തുകൊണ്ട് ഈ യുദ്ധത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഇറാൻ പറയുന്നത് അമേരിക്ക കേൾക്കുന്നത് വരെ ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ അവസാനം അമേരിക്കയ്ക്ക് ഈ യുദ്ധത്തിൽ പരാജയപ്പെട്ട് അടിയറവ് പറയേണ്ടി വരുമെന്നതിൽ യാതൊരു സംശയമില്ല. നിലവിൽ ഏറ്റവും വലിയ ആവശ്യം ഇപ്പോൾ അമേരിക്കയ്ക്കാണ്. സമാധാനം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അമേരിക്ക വളരെ ബുദ്ധിപൂർവ്വം കളികൾ നടത്തുന്നുണ്ട്. പക്ഷെ അതിൽ വീഴാതെ ഇറാൻ മുന്നോട്ട് പോകുമ്പോഴാണ് പ്രശ്നങ്ങൾ കൂടുന്നതും.